ഒരു കാര്യം നിങ്ങളോട് പറയാൻ ശ്രമിക്കും. നമ്മൾ ആത്മാർത്ഥമായിട്ട് കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ വഴികളും ദൈവം ക്രമീകരിക്കും. നിങ്ങൾക്കറിയാമല്ലോ, ആലപ്പുഴ ഒരു പള്ളിയുണ്ട്, പാണ്ടിപ്പള്ളി എന്ന പള്ളിയുണ്ട്. എടത്തുവയ്ക്ക് അടുത്ത് പച്ചയ്ക്ക് അടുത്തായിട്ട് പള്ളിയാണ് പാണ്ടിപ്പള്ളി. ചങ്ങനാശ്ശേരി അതിലൊരു പള്ളിയാണ്, ഒരു ദ്വീപിനകത്തായി പള്ളി. അവിടെ മുഴുവനും മഴക്കാലം ഭയങ്കര ചെള്ളയുള്ള പള്ളിയാണ്. ഇവിടെ വരാറുണ്ട് ഇവിടെ. അപ്പം ഞാൻ അവിടെ പോകുന്നതിന് മുമ്പ് ചങ്ങനാശ്ശേരി ഇരിക്കുന്ന സമയത്ത് ഞാനൊരു അച്ഛന്മാരുടെ ധ്യാനത്തിന് അട്ടപ്പാടി പോയി. അപ്പം ഞാൻ പറഞ്ഞ് അടുത്ത വർഷവും ഒരു ധ്യാനം ഇതുപോലെ വെക്കണം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അഭ്യർത്ഥന മാനിച്ച് പിറ്റേ വർഷം ജൂലൈ മാസം 18-ാം തീയതി ധ്യാനം ഉണ്ടെന്ന് വെച്ചാൽ അനൗൺസ് ചെയ്തു. ഓർക്കാപ്പുറത്ത് എനിക്ക് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആ പള്ളിയിൽ കിട്ടി, സ്ഥലമാറ്റം കിട്ടി. അങ്ങനെ സമയമായപ്പോഴേക്കും അവിടെ ഇങ്ങനെ മഴക്കാലമായി, മുഴുവൻ ചെള്ളയായി. എന്ന് മാത്രമല്ല, 2 കുർബാന കഴിഞ്ഞ് പാണ്ടിയിൽ നിന്ന് ഇറങ്ങി അട്ടപ്പാടിയിലെത്തുക അത് ഇമ്പോസിബിളാണ്, അസാധ്യമാണ്. കാരണം അത്രയും പ്രയാസമാണ് അവിടുന്ന് അവരുടെ യാത്ര, അത്രയും ദൂരെ പോയി എത്തിച്ചേരുക എന്നുള്ളത്. മണ്ണാർക്കാട് സ്ഥലത്ത് രാത്രി പിന്നെ ബസ്സില്ല. അപ്പോൾ എനിക്കൊരു വിഷമമായി. കാരണം വെച്ചാൽ ഞാൻ ആവശ്യപ്പെട്ടാണ് ധ്യാനം വെച്ചത്. ഞാൻ തന്നെ പോകാതിരിക്കുന്ന എത്രയോ ഒരു തെറ്റായ കാര്യമാണ്. അച്ഛനെന്തൊരു വിഷമമാകും. അപ്പം ഞാനിങ്ങനെ എനിക്ക് അവിടെ നമുക്കൊരു അച്ഛനെ കിട്ടിയാൽ കുഴപ്പമില്ല, തലേദിവസം പോകാം. പക്ഷെ അച്ഛന്മാരെ കിട്ടാൻ യാതൊരു മാർഗ്ഗമില്ല. ഞായറാഴ്ച അച്ഛന്മാരെല്ലാം തിരക്കാണ്. അപ്പം ഞാൻ ആ തലയാഴ്ചയിൽ ഒരു ദിവസം ഞാൻ ദീപികാനെടുത്ത് വെച്ചിട്ട് ഞാൻ ഈശോയെ, ഞാൻ ഈ ധ്യാനത്തിന് പോകാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്കൊരു വൈദികനെ സഹായത്തിന് താ. അങ്ങനെയാണ് ഞാൻ ഈ ധ്യാനത്തിന് പോകാം. എനിക്കൊരു അടയാളം താ, നീ എന്നെ ഒന്ന് സഹായിക്കുക. ഇത് നീ അല്ലാതെ ആർക്കും ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. കാരണം ഒരു വൈദികനെ ഞായറാഴ്ച കുർബാനയ്ക്ക് കിട്ടുക, പ്രത്യേകിച്ച് ആ ഒരു സ്ഥലത്ത് ഉൾപ്രദേശമാണ്. അവിടുന്ന് ഒരച്ഛൻ വന്ന് പിന്നെ ഓടിപ്പോയി കുർബാന പറ്റില്ല. മുഴുവൻ ചെള്ളയാണ്. 1.25 കിലോമീറ്റർ നടന്ന് വേണം പോകാൻ ചില സമയത്തൊക്കെ. കാരണം വഴിയൊന്നും ആയിട്ടില്ല. ഇപ്പം വഴിയൊക്കെ ഉണ്ട്, അന്ന് റോഡൊന്നും ആയിട്ടില്ല. അന്ന് ഈ കണ്ടത്തിൻ്റെ വരുമ്പോഴാണ് നമ്മൾ പോണത്. അങ്ങനെ ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ ആ ഇടവകയിലെ ജെയിംസ് പഴയമഠം എന്ന് പേരുള്ളച്ഛൻ നടന്നിങ്ങനെ വരികയാണ്. എന്നിട്ട് പറയുകയാണ്, വികാരിച്ചോ, എന്തെങ്കിലും സഹായം വേണോ? ഞാനിപ്പോൾ ഒരു സ്ഥാപനത്തിലാണ്, എനിക്കിപ്പോൾ ഞായറാഴ്ച എനിക്ക് ഫ്രീ ആണ്. ഞാൻ ചാടിച്ചെന്ന് ആ അച്ഛനിങ്ങനെ ഇടിച്ചു നോക്കി. ഞാൻ ചോദിച്ചു, പ്രേതമാണോ സത്യമാണോ? കാരണം ഇത് സംഭവിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഒരു വൈദികൻ ഞായറാഴ്ച ഫ്രീ ആണെന്ന് പറയുന്നത് ഇറ്റ്സ് ഇമ്പോസിബിൾ. അപ്പോൾ ശരീരമൊക്കെ ഉണ്ട്, ഇടിയൊക്കെ കൊള്ളുന്നുണ്ട്, എന്തെങ്കിലും ഇടിക്കുന്ന ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, ശരിക്കും ഇങ്ങനെ പോകണം, ശനിയാഴ്ച പോയി എത്തിച്ചേരുള്ളൂ, ഇങ്ങനെ ധ്യാനമുണ്ട്. ജോഷിച്ചപ്പോൾ കൊള്ളാൻ പറഞ്ഞു. എന്നിട്ട് ആ വ്യക്തി അവിടെ വന്ന് ശനിയാഴ്ച വൈകിട്ട് വന്ന്, വീട് അവിടെ തന്നെ വീടാണ്, അവിടെ നിന്ന് ഞായറാഴ്ച വന്ന് കുർബാന കഴിപ്പിച്ചിട്ട് പോവുകയാണ്. അപ്പം നമ്മൾ കൃപയിൽ വളരാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. കർത്താവ് ഒരിക്കലും നമ്മളെ വിട്ടുകളയുകയില്ല, അവിടെ നമ്മുടെ കൂടെ ഉണ്ടാകും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൃപയെ